കടക്കാം. കാരണം ഇന്ന് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ആദ്യം മുംബൈ ചന്ദ്രുജിയാണ്. നല്ല ചോദ്യമാണ്. നമ്മുടെ സപ്താഹങ്ങൾ ജ്ഞാനയജ്ഞങ്ങളല്ല, ഭക്ഷണയജ്ഞങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം കുറച്ചുകൂടി ലളിതമാക്കേണ്ടതല്ലേ? ലളിതമായിട്ടുള്ള ഭക്ഷണം ആയിട്ട് അത് നടപ്പാക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ ഇതുപോലുള്ള വേദികളിൽ എത്തിക്കുവാൻ ആചാര്യന്മാർക്ക്, വീട്ടിലെ മുതിർന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല ചോദ്യമാണ്. ആ ചോദ്യം ചെയ്തവർ ആരാണ്? അവർക്കൊരു കേടി കൊടുക്കാം. ഈ ചോദ്യം ചെയ്തവരാരാ? എന്തായാലും അവർക്ക് അഭിനന്ദനം. എന്തായാലും ഭക്ഷണ രീതി പ്രധാനമായിട്ട് ഇവിടെ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. ഏകഭുക്തേന വാഭാവ്യം ഫലാഹാരേന വാഭാവ്യം ഘൃതപാനം സപ്താഹ മാഹാത്മ്യത്തിൽ നമ്മൾ വായിച്ചേ പോകുന്നേ ഉള്ളൂ. ആദ്യത്തെ അധ്യായം മാത്രം വായിക്കുന്നു, ആറാമത്തെ അധ്യായം വായിക്കുന്നില്ല. വായിച്ചാൽ ആചാര്യന്മാർക്ക് തന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാത്വികമായ ആഹാരമേ കഴിക്കാവൂ. അങ്ങനെ കാരണം ആഹാരശുദ്ധ സത്വശുദ്ധി എന്ന് പറഞ്ഞത് കൊണ്ട് അത് പ്രധാന കാര്യമാണ്. പ്രധാന കല്യാണം, അങ്ങനെയുള്ള രുക്മിണി സ്വയംവരം, കൃഷ്ണാവതാരം, അങ്ങനെ 2 ദിവസം മാത്രം വേണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ രീതി മാറ്റാം. ബാക്കി സാത്വികമായ ആഹാരമായാൽ എല്ലാവർക്കും നല്ലത് തന്നെയാണ്. പക്ഷേ കുട്ടികളെ ഇരുത്താൻ ഇപ്പോൾ എളുപ്പ വഴി ചിലപ്പോൾ എല്ലാ വിദ്യാശാലകളിലും തുടങ്ങിയിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഒരു കമ്പ്യൂട്ടർ വലിയ സ്ക്രീൻ വെച്ച് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ദൃശ്യാവിഷ്കാരം, ശ്രവ്യകാവ്യം ദൃശ്യകാവ്യം എന്ന് പണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശ്രവ്യകാവ്യത്തേക്കാൾ ദൃശ്യകാവ്യത്തിന് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇത് വെറുതെ കാർട്ടൂൺ പോലെ കാണിച്ചു കൊടുക്കാതെ ഒരു ദൃശ്യകാവ്യവും കൂടി, ഒരു വത്സാസുര സംഹാരം, ഇങ്ങനെയൊക്കെ കൃഷ്ണലീലകൾ പറയുമ്പോൾ നമുക്ക് ഒരു ദൃശ്യമായിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ലതാണ് തോന്നുന്നു. പിന്നെ ഞാനും ചെയ്യാറുണ്ട്. ചിലപ്പോൾ സപ്താഹത്തിന് അതിൻ്റെ ബന്ധമുണ്ടോ ചോദിച്ചാൽ അത് ചോദിക്കരുത്. കാരണം വിദ്യാഗോപാല അർച്ചന ഞാൻ ചെയ്യും. ചില ദിക്കിൽ അവർ ചോദിക്കും, അവർ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും. വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ ചിലതിൽ പറയാറുണ്ട് പെട്ടെന്ന്. അപ്പോൾ അതിന് ഒരു വിദ്യാഗോപാല അർച്ചന പറഞ്ഞാൽ എന്തായാലും 100 കുട്ടികൾ വരും. ആ പൂജ നമുക്ക് വിസ്തരിക്കാൻ പാടില്ല. 10 മിനിറ്റ് നമുക്ക് 15 മിനിറ്റിൽ പൂജ വായിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ധ്രുവചരിത്രം, പ്രഹ്ലാദ ചരിത്രം അങ്ങനെയുള്ള ദിവസത്തിൽ മാത്രമേ ഞാൻ വിദ്യാഗോപാലം വയ്ക്കുള്ളൂ. കാരണം അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് കാര്യങ്ങൾ കൊടുക്കാം. അവർക്ക് ഏറ്റുപാടുന്ന രീതിയിൽ നാമാവലികൾ, പിന്നെ പാട്ട് പാടാനും നൃത്തം വയ്ക്കാനും കുട്ടികൾക്ക് ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യാവുമോ സംശയം. ഒരു കൃഷ്ണാവതാരം അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് വിസ്തരിച്ച് പോയാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുട്ടികൾക്ക് പങ്കെടുക്കുന്ന രീതിയിൽ ഒരു 6 മണിക്കൂർ അവർക്ക് വേണ്ടി, കാരണം അവരെയും പങ്കെടുപ്പിക്കണമെങ്കിൽ ഇങ്ങനെ പോലെ ചെയ്താലേ പറ്റൂ. അപ്പോൾ ഒരു വിദ്യാഗോപാല അർച്ചനയോ ഒരു ഭജൻസ് അങ്ങനെയൊക്കെ വെച്ച് അവരെയും പങ്കെടുപ്പിച്ചാൽ ചെറിയ കുട്ടികളെ നമുക്ക് ആശ്രയിക്കാം. പിന്നെ മുഴുവനും ദൃശ്യമായി കാണിക്കുമ്പോൾ പിന്നെ കാർട്ടൂൺ പോലെ ആവാൻ പാടില്ല. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ചെയ്താൽ നന്നാവും. അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ കാലത്ത് ഭാഗവത സപ്താഹങ്ങൾ ആഘോഷങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തു കാണുന്നു. അതിനപ്പുറം ആഘോഷങ്ങളെക്കാളും ജ്ഞാനത്തിന് പ്രാധാന്യമില്ലേ? ഭാഗവത സപ്താഹം ജ്ഞാനയജ്ഞമാക്കി മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഏകാദശമാകുമ്പോഴേക്ക് ശ്രോതാക്കൾ കുറയുന്നു. അവസാനം 12ാം സ്കന്ധം സംഗ്രഹം കേട്ട് തൃപ്തിയടയുന്ന ശ്രോതാക്കൾ. അതുകൊണ്ട് ആണ് പരിവർത്തനം നടക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതും നല്ല ചോദ്യം തന്നെയാണ്. ഇത് ചോദിച്ചത് ആരാണ്? നല്ല ചോദ്യം. ഇത് എല്ലാവരും നിങ്ങളെപ്പോലെ ആവണമെന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. ശ്രോതാക്കൾ 3 വിധമാണ്: സാത്വികം, രാജസം, താമസം.
താമസമായ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ ആഘോഷമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ആഘോഷം വേണ്ടി വരും. രാജസന്മാർക്ക് അതുപോലെ പിന്നെ പതുക്കെ പതുക്കെ വരുള്ളൂ. സാത്വികമായിട്ട് നിങ്ങളെപ്പോലെയുള്ള ശ്രോതാക്കൾക്ക് ഏകാശ്രതം കേട്ടാൽ മതിയായി തോന്നും. പക്ഷേ അത് ഉണ്ടാക്കേണ്ടത് ആചാര്യന്മാരുടെ കയ്യിലാണ്. ആചാര്യന്മാരാണ് പതുക്കെ താമസത്തിൽ നിന്നും രാജസക്കാരെ സാത്വികത്തിലേക്ക് നയിക്കേണ്ട. എന്നെ പഠിപ്പിച്ച ശ്രീകാന്ത ശർമ്മ അദ്ദേഹം പറയും, ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ചിലപ്പോൾ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അദ്ദേഹം തമാശ കൂടുതൽ ഒട്ടും പറയില്ല, വിസ്തരിച്ച് ഗംഭീരമായിട്ടേ പറയുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. ഞാൻ പറയും, നിങ്ങൾ പ്രഭാഷണം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തമാശ പറഞ്ഞ് കുറച്ച് ലൗകികമായ ഉദാഹരണങ്ങളും പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ പറയണ്ടേ. അപ്പോൾ ഞാൻ ഗുരുനാഥനോട് തർക്കിക്കാറുണ്ട് ഇതുപോലെ. അപ്പോൾ ഗുരുനാഥൻ പറയും, അവരെ നേരാക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പാടില്ല, നമ്മൾ കൈപിടിച്ച് അങ്ങോട്ട് കയറ്റേണ്ടതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ പറഞ്ഞു പോയാൽ പിന്നെ അവർ നമ്മളുടെ അടുത്തേക്ക് കയറിക്കോളും. അദ്ദേഹം പറഞ്ഞത് ഒരു വിധത്തിൽ ന്യായമാണ്. പക്ഷേ എന്തായാലും നമുക്കും കുറച്ച് വൈദ്യലിംഗ ശർമ്മയെ പോലെ കുറച്ച് ഒരു ഹാസ്യമായിട്ട് കുറച്ച് ചില വിഷയങ്ങൾ താഴോട്ട് ഇറങ്ങി അവർക്കും പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച് പതുക്കെ മേപ്പോട്ട് കൊണ്ടുവന്നാൽ ആദ്യം ആഘോഷത്തിന് വേണ്ടി വരുന്നവരാണ് ഭക്തന്മാർ, ഭക്ഷണത്തിനും ആഘോഷത്തിനും വരുന്നവരാണ്. അങ്ങനെ വരുന്നവരെ പതുക്കെ പതുക്കെ ഭാഗവതം തന്നെ സാത്വികമായി മാറ്റും. അത് ഉറപ്പാണ്. പല ദിക്കിലും കണ്ടിടതാണ്. ആഘോഷമായിട്ട് വന്നവർ സാത്വിക രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഭാഗവതത്തിൻ്റെ ചുമതലയാണ്. അത് അങ്ങനെ ഭാഗവതത്തിൻ്റെ ചുമതലയെ സ്വയം ഏറ്റെടുത്ത് ആചാര്യന്മാരും ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.